Hi, hello, welcome to IS Factor, and I am Arjun R. Shankar. നമ്മൾ 2026 UPSC എക്സാമിലേക്ക് എല്ലാവരും ഓൾറെഡി 26ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന അല്ലാത്ത ഒരുപാട് ലോങ് ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എന്നാലും 2026ലേക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കറിയാം. ആൻഡ് ഹൗ കറണ്ട് അഫയേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവിന് വേണ്ടി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ക്ലാസ് ആണ് ബ്രേക്ക് ഇറ്റ്. അതാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് അബൌട്ട് ദിസ് ക്ലാസ്സസ്, ഈ ക്ലാസ് ഫ്രീ ആണ്. IS ഫാക്ടറിൻ്റെ യൂട്യൂബിൽ ഇതേപോലെ ഫുൾ ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ടോപ്പിക്ക് കിട്ടിയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെയിൻ ടോപ്പിക്ക് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചുള്ളൂ, എല്ലാ മേജർ ടോപ്പിക്സിനെയും UPSCയുടെ ആംഗിളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കറണ്ട് അഫയർ എന്ന് പറയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പല രീതിയിൽ യു ക്യാൻ ഇമാജിൻ, യു ക്യാൻ റീവിസിറ്റ് ആൻഡ് യു ക്യാൻ ഈവൻ ഇന്റർപ്രറ്റ്. പക്ഷേ UPSCയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് നമ്മളിവിടെ ബ്രേക്ക് ഇറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിലൂടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പതുക്കെ വായിച്ചു വരാം. വിത്ത് മീ Arjun R. Shankar, വിൽ ബി വാച്ചിങ് ദ സെഷൻ വിത്ത് മീ. ആൻഡ് പ്രധാനമായിട്ടും നമുക്ക് കാണിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ളൊരു ഐഡിയ യു വിൽ ഓൾസോ ഗെറ്റ് ദിസ് ആഫ്റ്റർ വാച്ചിങ് ദിസ്. ഓക്കെ, ആൻഡ് മീൻ വൈൽ നമ്മുടെ കുറച്ച് ഓഫറിങ്സുകളാണ്. നിങ്ങൾക്കിത് കാണാം. എല്ലാ ക്ലാസ്സിലും വായിക്കില്ല, നിങ്ങൾക്കിത് കണ്ടു വായിക്കാവുന്നതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് ആണ്. ആദ്യത്തെ സെഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഡെയിലി നോട്ട്സ് ആണ്. ഡെയിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോട്ടാണ് ടർബോ എന്ന് പറയുന്നത്. എവറി ഡേ ന്യൂസ് പേപ്പറിന്റെ സമ്മറി നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തത് ചെറിയ ചെറിയ ടോപ്പിക്സ് എല്ലാം വളരെ കൃത്യമായിട്ട്, ഇത് 3 രീതിയിലാണ് ഞാനിത് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, വാട്ട് ഹാപ്പൻഡ്, എന്താണ് ആ ഇഷ്യൂ. വൈ ഇറ്റ് മാറ്റേഴ്സ്, എന്താണ് ആ ഇഷ്യൂവിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോൺസെപ്റ്റ് ബിൽഡർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. ഏതൊരു ന്യൂസിനെയും 3 ഭാഗമായിട്ട് ആണ് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ന്യൂസും അതേപോലെയാണ് പോകുന്നത്. വാട്ട് ഹാപ്പൻ, വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജൂലൈ മന്തിന്റെ സാമ്പിൾ മാഗസീൻ, ഇതിന്റെ ഓരോ ഡെയിലി നോട്ട്സിന്റെ ഇത് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഡ്രൈവിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. യു കൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ആൻഡ് ഓൾസോ our personal mentorship program called as Evolve is also open. കാരണം ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് മാത്രം മതിയെങ്കിൽ നമുക്ക് ആൻസർ റൈറ്റിംഗും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെ വിൽ ആക്ച്വലി ഗോ ത്രൂ. ദാറ്റ് ഇസ് എ ഇവോൾവ് പ്രോഗ്രാം. ആൻഡ് ഓൾസോ നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസ് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ട് നമുക്ക്. ഐ റിപ്പീറ്റ്, ലൈവ്. റെക്കോർഡഡ് ക്ലാസ്സസ് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുന്നതല്ല, ലൈവായിട്ട് എടുക്കുകയാണ്. മിസ്സായി പോയ ക്ലാസ്സുകൾ ലൈവിന്റെ റെക്കോർഡിംഗ് ആയിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഓൾസോ ഓപ്പൺ. ആൻഡ് ഇഫ് യു ആർ റെഡി, നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക്, നമുക്ക് ബ്രേക്ക് ഇറ്റിലേക്ക് പോവാം. എങ്ങനെയാണ്, ഹൗ ആർ വി ഗോയിങ്, ഹൗ ആർ വി പ്രൊസീഡിങ്, എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ള കാര്യങ്ങളോടെ നമുക്ക് എടുക്കാം. സോ ആദ്യത്തെ ക്ലാസ് എന്ന രീതിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് നോക്കാം. ഇന്നത്തെ സെഷനിൽ ഞാൻ കവർ ചെയ്യുന്നത് ഇത്രയും ആസ്പെക്ട്സ് ആണ്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യു ആർ സീയിങ് ട്രംപ്സ് ടാരിഫ് ഓൺ ഇന്ത്യ. ഈ ട്രംപ് 25% ടാരിഫ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. റെസിപ്രോക്കൽ ടാരിഫ് എന്നൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഇന്ത്യ സ്റ്റഡിയാണ്. ഇന്ത്യ എഫക്റ്റഡ് ആകുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഇതിന്റെ ബേസിക് എക്കണോമിക്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ടാരിഫ്സ്? എന്താണ് ഈ ട്രംപിന്റെ ടാരിഫ് എന്ന് പറയുന്നത്? ഇത് എങ്ങനെയാണ് നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? ആസ് എ കൺട്രി ഇന്ത്യ, ഹൗ ആർ വി ഗോയിങ് ടു ബി എഫക്റ്റഡ് ബൈ ദിസ്? ഇതേ കോണ്ടെക്സ്റ്റിൽ ഒരു ടോപ്പിക്ക് തന്നെ പല ആസ്പെക്റ്റുകളുണ്ട്. എന്താണ് റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയുന്നത്? ഇതും അറിഞ്ഞിരിക്കണം. ആൻഡ് ദർ ഇസ് ഓൾസോ സംതിങ് കോൾഡ് ആസ് GSP. ഇതെല്ലാം പ്രിലിംസിനും മെയിൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ ബ്രേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇത് പരീക്ഷയുടെ ലെവലിൽ ഞാനിത് ബ്രേക്ക് ചെയ്യും. വാട്ട് ഇസ് GSP? ഇന്ത്യ GSP ഉണ്ടായിരുന്നു. US റിമൂവ്ഡ് ഇന്ത്യ ഫ്രം GSP. അപ്പൊ എന്താണ് ഈ GSP എന്ന് അറിഞ്ഞിരിക്കണ്ടേ? ആൻഡ് റിറ്റാലിയേറ്ററി ടാരിഫ് പഠിച്ച പോലെ തന്നെ വാട്ട് എക്സാക്ട്ലി ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് റെസിപ്രോക്കൽ ടാരിഫ്? റിറ്റാലിയേറ്ററി ടാരിഫും റെസിപ്രോക്കൽ ടാരിഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഈ അടുത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വേർഡിക്റ്റ് ഓൺ ഡിഫെക്ഷൻ. അങ്ങനെ വരുമ്പോൾ പോളിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി മാറിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാം. നമ്മൾ നിന്ന നിപ്പിൽ പാർട്ടി മാറാൻ പാടില്ല. യു കനോട്ട് സ്വിച്ച് ഓൺ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആസ് ആൻഡ് വെൻ യു വിഷ്. അതിന് നിയമമുണ്ട്. സോ എന്താണ് സുപ്രീം കോടതിയുടെ വിധി? എന്താണ് ഡിഫെക്ഷൻ? ഇതിൽ ജുഡീഷ്യൽ റിവ്യൂ അക്സെപ്റ്റബിൾ ആണോ? ഇതൊക്കെയാണ് പൊളിറ്റി എന്ന് പറയുന്ന രീതിയിൽ പത്രവാർത്ത വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാവുന്ന, മെയിൻസിനൊക്കെ. സ്പീക്കറിന്റെ റോൾ എന്താണ് ഇതിനകത്ത്? ഡിഫെക്ഷൻ മാനേജ് ചെയ്യുന്നതിൽ ദ റോൾ ഓഫ് സ്പീക്കർ ഇൻ ഇന്ത്യ, സ്പീക്കറിന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. എന്ത് റോളാണ് സ്പീക്കർ വഹിക്കുന്നത് എന്നുള്ള ഒരു ഫാക്ടറും കൂടെ നമുക്ക് ഇവിടെ കിട്ടണം. അതേപോലെ തന്നെ
ഡിഫക്ഷന്റെ പ്രധാനപ്പെട്ട മറ്റു പോയിന്റ്സുകളൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സോ ലെറ്റ്സ് ക്വിക്ലി സ്റ്റാർട്ട് ഓൺ. കണ്ടോ, ഇത്രയും വാർത്തകൾ, ഒരു വാർത്തയല്ല, ഒരുപാട് വാർത്തകൾ. ആഫ്റ്റർ ട്രംപ് ക്ലെയിംസ് ഇന്ത്യൻ എക്കോണമി ഈസ് ഡെഡ്, എ ക്വസ്റ്റ്യൻ ടു ഹിസ് കൺട്രീസ്, India-US trade deal, top 5 roadblocks. Trump says he will substantially raise tariffs on India over Russian oil purchase. ഒത്തിരി വാർത്തകൾ ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പുറകിലുള്ള യു നീഡ് ടു നോ ദ എക്കണോമിക്സ് ബിഹൈൻഡ് ദിസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ച് ബ്രേക്ക് ചെയ്ത് പോവാം. ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ലെറ്റ് സ്കാൻ ദിസ്. നമ്മളിത് മൊത്തം സ്കാൻ ചെയ്ത്, ഇതാണ് നമ്മൾ ബ്രേക്ക് ഇറ്റ് ആണ്. നമ്മളിത് മൊത്തം വായിച്ചതിന് ശേഷം വീൽ ബ്രേക്ക് ഇറ്റ്. റെഡി? സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ടാരിഫ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ടാരിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതും കൂടെ നമുക്കൊരു ക്ലാരിറ്റി ഇവിടെ വേണം. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ടാരിഫ്സ് ആർ ടാക്സസ് imposed by a country on imports of another country. So Trump hits tariff on Indian goods. It means ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതൊന്ന് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ കഥ പോലെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കഥ പോലെ ഞാനിത് ഡിസ്കസ് ചെയ്ത് തരാം. സോ ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി, രണ്ട് രാജ്യങ്ങൾ. Imagine there are two countries, and the two countries, one country is called A and the other country is B. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ അത് ഒരു ടാരിഫ് പോലെ, ഒരു ടാക്സ് പോലത്തെ ഒരു സംഭവം അവിടെ വെക്കും, ഏർപ്പെടുത്തും. അതെന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഐ ആക്ച്വലി ഗിവ് യു എൻ ഐഡിയ. ഇപ്പോൾ ഉദാഹരണത്തിലേക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ജസ്റ്റ് കണ്ടാൽ മതി. അതായത് ഇത് USA ആണെന്ന് വിചാരിക്കാം, ഇത് USA ആണെന്ന് വിചാരിക്കുക, ഇത് ഇന്ത്യ. വി ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം ഇന്ത്യ. സോ ഇവിടെ നിന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുഡ്, ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുഡ് US-ൽ, ഇത് US ആണ്, ഇതാണ് US-ൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് US മാർക്കറ്റ്. ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചില സർട്ടൺ എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. സേ ഇവിടെ ഒരു 5% ടാക്സ് ഉണ്ട്, ഒരു ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ടാരിഫോ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് 10 രൂപയാണ്. നമ്മുടെ 10 രൂപയുടെ പ്രൊഡക്റ്റ് US-ലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് US-ൽ വാങ്ങിക്കുന്ന ഒരാളുണ്ടാവില്ല, അയാളാണല്ലോ ഇത് അമേരിക്ക വിൽക്കുന്നത്. അയാൾ ഇവിടുത്തെ ഡ്യൂട്ടിയും അടച്ചിട്ട് ശേഷം 15 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. 5 രൂപയാണ് ഇവിടെ നിന്ന് ഡ്യൂട്ടി, 15 രൂപയ്ക്കാണ് അയാൾ ഇത് US മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ US-ന്റെ സ്ഥലത്ത് ഇവിടെ ഒരു ടാക്സ് അടിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യേണ്ട മെയിൻ ടോപ്പിക്. ഇത് തന്നെയാണ്. നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത 10 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ 5 രൂപയ്ക്ക് പകരം 25 രൂപ വെച്ചു എന്ന് വിചാരിക്കാം. 25 രൂപ വെച്ചെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ 10 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ 35 രൂപയ്ക്കാണ് വെക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി സെല്ലിംഗ് ഫോർ 35 റുപ്പീസ്. ഇതിവിടെ 35 രൂപയ്ക്കാണ് നമ്മളിത് വിറ്റഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൽ ടാക്സ് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇവിടെ ടാരിഫ് റേറ്റ് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അമേരിക്കയിൽ വിൽക്കുമ്പോൾ അത് വളരെ വില കൂടുതലായിരിക്കും. 100% ടാരിഫ്, 100 ആണ് ഇവിടുത്തെ ടാരിഫ് എങ്കിൽ 110 രൂപയ്ക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ വിൽക്കുക. 10 രൂപയുടെ പ്രൊഡക്റ്റ് ആലോചിച്ച് നോക്കൂ. 10 രൂപയുടെ പ്രൊഡക്റ്റിൽ മാക്സിമം ഒരു 5 രൂപയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 15 രൂപ എന്ന് വിചാരിച്ചോളൂ. ഈ 15 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 120 രൂപയ്ക്കൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ? ആരും വാങ്ങിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രേഡർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങിക്കില്ല. അയാൾ ഇത്രയും വില കൂടി വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ടാരിഫിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിനി ഒരു എക്സാമ്പിൾ എടുക്കാം. അമേരിക്കൻ ഈ ട്രംപ് ടാരിഫ് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ കമ്പനി ടോയ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിനെ നമുക്ക് ഹാപ്പി ടോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വിളിക്കാം. ഇതേപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുക, നമ്മുടെ കമ്പനിയാണെന്ന് വിചാരിക്കുക. നമ്മൾ US-ലേക്കാണ് ഇത് കയറ്റി അയക്കുന്നത്. അവിടെ ഇത് വാങ്ങിക്കാൻ ഒരാളുണ്ട്, നമ്മുടെ ഒരു ട്രേഡർ ഉണ്ട്. അയാളാണ് നമ്മുടെ അടുത്ത് നിന്ന് ഈ ടോയ്സ് വാങ്ങിക്കുന്നത്. അയാൾ ആ ടോയ്സ് അവിടെ അമേരിക്കയിൽ വിറ്റ് ലാഭം ഉണ്ടാക്കും. അപ്പോൾ നമ്മളാണ് ഈ കമ്പനിയുടെ ഓണർ എന്ന് വിചാരിക്കാം. ഇനി പതുക്കെ ടാരിഫ് ഇല്ല, ബിഫോർ ടാരിഫ്. ഇപ്പൊ ട്രംപ് പുതിയ ടാരിഫ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നോർമൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ ഏകദേശം 1000 ടോയ്സ് ആണ് US-ലേക്ക് കയറ്റി വിടുന്നത് എല്ലാ മാസവും 1000 ടോയ് കയറ്റി വിടുന്നുണ്ട്. ഒരു ടോയ്ക്ക് $10 ആണെന്ന് വിചാരിക്കാം. സോ നമ്മുടെ മൊത്തം ഷിപ്മെന്റ് എന്ന് പറയുന്നത് $10,000 നമ്മൾ മാസം കയറ്റി അയക്കുന്നത്. അപ്പൊ US ഇമ്പോർട്ടർ പേസ്, അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരാളുടെ പേര് എന്ന് പറയുന്നത് ജോൺ എന്ന് പറയുന്ന ആളുടെ പേര് വിചാരിക്കാം. അപ്പൊ ജോൺ ആണ് നമ്മുടെ ഇവിടെ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്. ജോണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 5% കസ്റ്റംസ് ഡ്യൂട്ടി അമേരിക്കയിൽ കെട്ടിവെച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അപ്പൊ ജോണിന് $10 എന്നുള്ള സാധനം ജോണിന് വേണമെങ്കിൽ $15 റീറ്റെയിലിൽ നിന്ന് വിൽക്കാം.
ജോൺ അത്യാവശ്യം ഹാപ്പിയാണ്. 5% ഒക്കെ ടാക്സ് കൊടുത്ത് നമുക്ക് ജോൺ ഇത് വളരെ ഇതായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത്. ദ ന്യൂ ടാരിഫ് സിസ്റ്റം ഹാസ് കം. ഇനി ഈ ടാരിഫ് 25% എന്നല്ല, വേണമെങ്കിൽ 100 മുകളിലേക്ക് അമേരിക്ക വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ വിടും എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ വലിയൊരു ടാരിഫ് റേറ്റ് അടിച്ചു. ഇതാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, 20% ടാരിഫ് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. ജോണിന്റെ അവസ്ഥ, ജോൺ അത്ര ഹാപ്പി അല്ല. കാരണം 1000 ടോയ്സ് US പോർട്ടി വരുമ്പോൾ 20% ഓഫ് 10,000 എന്ന് പറയുമ്പോൾ $2,000 എക്സ്ട്രാ. കാരണം 5% നിന്നും 20% ഉയർന്നു. 5% 20% ആയിട്ട് കൂടി. അപ്പൊ ഇപ്പൊ ഇത് വരുമ്പോ എന്താന്ന് വെച്ചാൽ ജോണിന് കുറച്ചും കൂടെ പൈസ കൂടുകയാണ്. നമ്മുടെ അടുത്തുനിന്ന് ഹാപ്പി ടോയ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇത് വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടോയ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത് ജോണിന്. ഇത്ര നാൾ പ്രശ്നമില്ല. കാരണം ട്രംപ് ഇന്ത്യക്കെതിരെ ടാക്സ് അടിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ട്രംപ് ഇസ് നോട്ട് ലൈക്കിങ് ഇന്ത്യ. അപ്പോൾ ആ ടാക്സ് റേറ്റ് കൂടിയതുകൊണ്ട് ജോണിന് എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരികയാണ്. 20% ഒക്കെ വന്നപ്പോൾ ജോണിന് ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമുക്കിത് കാണുന്നത്. സോ ജോൺ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബൈങ് ഇറ്റ്. അപ്പൊ ഇതൊരു പ്രധാന പ്രശ്നമാണ്. ഇപ്പൊ ഇതൊരു പ്രശ്നം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വില കൂടുന്ന സമയത്ത് $15 ആയിരുന്ന സംഭവത്തിന് $18 അല്ലെങ്കിൽ പിന്നീട് വേണമെങ്കിൽ $20 ഒക്കെ വരാം. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വില കൂടി. $15 ആയിരുന്ന സാധനം ടാക്സ് അടച്ച് ജോൺ വിറ്റിരുന്ന സാധനം ചിലപ്പോൾ $18 ആവാം, ചിലപ്പോൾ $20 വരെ ആവാം. അങ്ങനെ വരുമ്പോൾ ജോൺ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ടാറ്റ പറയും, എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങുന്നത്? ഇവിടെ മെക്സിക്കോയിലേക്ക് പോയിക്കൂടെ? അവിടെയൊന്നും ടാരിഫ് റേറ്റ് വളരെ കുറവ്, അമേരിക്കയ്ക്ക് നല്ല ബന്ധമുള്ള രാജ്യമാണെന്ന് വിചാരിക്കുക. ഈ ടോയ്സ് മെക്സിക്കോന്ന് വാങ്ങിച്ചാൽ പോരെ, അപ്പൊ നമുക്ക് ഇതിലും കുറച്ച് പൈസക്ക് നമുക്ക് ലാഭം ഉണ്ടാക്കി വിൽക്കാം. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഹാപ്പി ടോയ്സ് അയാൾക്ക് വേണ്ട, അയാൾക്ക് അത് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് വരും. നമ്മൾ ഉണ്ടാക്കിയ ടോയ്കളെല്ലാം നമ്മുടെ ഫാക്ടറിയിൽ കെട്ടിക്കിടക്കും. കാരണം അമേരിക്കയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. പെട്ടെന്നൊരു ദിവസം വി ആർ ആക്ച്വലി കംപ്ലീറ്റ്ലി കട്ട് ഓഫ്. നമുക്ക് മാർക്കറ്റില്ല, US ഇനി വിടാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആലോചിച്ച് നോക്കും, നമുക്ക് എന്തോരം ലോസ് വരും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റാഫിനെ പറഞ്ഞു വിടേണ്ടി വരും. ആലോചിച്ച് നോക്കും, എന്നും മാസം ഇത്ര ലക്ഷം, ഇത്ര കോടി രൂപ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സെഗ്മെന്റ് നാളെ രാവിലെ ഒറ്റയടിക്ക് ഭയങ്കരമായ ടാരിഫ് കയറ്റി വെക്കുകയാണ്. ആരും അമേരിക്കയിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്ന ജോണും വില്യമും പോലും നമ്മുടെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഈ സംഭവം, ഇതാണ് ടാരിഫിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതിന്റെ സ്മോൾ ആൻഡ് മീഡിയം എക്സ്പോർട്ടേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നവര്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് ചെയ്യുന്നവര്, ആഗ്രോ പ്രൊഡക്ട്സ് ചെയ്യുന്നവര് US മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പാടാവും. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് ട്രേഡിന് പോകുന്നത്. വി ആർ ആക്ച്വലി ട്രേഡിങ് ഹിയർ. അപ്പൊ US നമ്മളെക്കാട്ടും കൂടുതൽ മെക്സിക്കോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള വേറെ ഏതെങ്കിലും ചെറിയ രാജ്യങ്ങൾ, US ഇഷ്ടമുള്ള രാജ്യങ്ങളോട് ആൾക്കാർ ട്രേഡ് ചെയ്യും. നമ്മുടെ അടുത്ത് ട്രേഡ് ചെയ്യുന്നില്ല. അപ്പൊ സാധാരണ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ലേ ഓഫ്, പ്രൊഡക്ഷൻ കട്ട്സ്, ബിസിനസ് ക്ലോഷർ എല്ലാം സംഭവിക്കുകയാണ്. സോ വാട്ട് ഇറ്റ് മീൻസ് ടു ദ US? ഇതിന്റെ എക്കണോമിക്സ് മനസ്സിലായോ? ഇന്ത്യൻ സൈഡിൽ എന്താ പറ്റുന്നത്? നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ വലിയൊരു മാർക്കറ്റ് പോയി. ഇനി നമ്മൾ പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടി വരും, ശ്രീലങ്കയോ. പക്ഷെ US കിട്ടുന്ന പോലത്തെ ആ ഒരു മിനിമം ഓർഡർ ഗ്യാരണ്ടി നമുക്ക് കിട്ടാണ്ടാവും. സോ US സംബന്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഹയർ പ്രൈസസ് ഫോർ US കൺസ്യൂമേഴ്സ്. വെൻ ടാരിഫ്സ് ആർ ഇമ്പോസ്ഡ്, ഇമ്പോർട്ടഡ് ഇന്ത്യൻ ഗുഡ്സ് ബിക്കം കോസ്റ്റ്ലിയർ ഫോർ അമേരിക്കൻ ബയേഴ്സ്. പണ്ട് അമേരിക്കൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ ഒരു ടോയ് എന്ന് വിചാരിച്ചു, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു ഹാപ്പി ടോയ്, അവിടുത്തെ കുട്ടികൾ എല്ലാവരും വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ടോയ് ആണ്. അവർ ഓക്കെയാണ്, അതായത് ഒരു $15 കൊടുത്തിട്ട് ഈ ടോയ് വാങ്ങിക്കാൻ ഓക്കെയാണ്. പെട്ടെന്നൊരു ദിവസം ഇതിന് $35 ആകുമ്പോൾ പേരൻസ് തന്നെ വിചാരിക്കും, ഇരട്ടി പൈസ കൊടുക്കുന്ന എന്തിനാ, അവിടെ വല്ല മെക്സിക്കോടെയോ വേറെ എന്തെങ്കിലും ടോയ് വാങ്ങിച്ചാൽ പോരെ. അങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇഫ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ഫേസസ് ടാരിഫ്, ദ ഫൈനൽ അവിടുത്തെ പേഷ്യന്റിന് വില കൂടും. അപ്പൊ ഇതാണ് ഈ ടാരിഫ് വന്നാലുള്ള പ്രശ്നം. ട്രേഡിങ്ങിൽ ഇതാണ് അതിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതൊരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ വേണ്ട സംഭവം എന്താന്ന് വെച്ചാൽ, നമുക്ക് US മാർക്കറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഗുഡ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടാരിഫ് ഇല്ല എങ്കിൽ, ഒരു മിനിമം ടാരിഫ് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ
നല്ല സെയിൽ നടക്കും. പക്ഷേ ഹെവി ടാരിഫ് ആണെങ്കിൽ ഈ വിലയ്ക്ക് ആരും US വാങ്ങിക്കാൻ തയ്യാറാവില്ല. പിന്നെ കണ്ടോ, പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിളിന്റെ സ്ക്രീൻഷോട്ടാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യൻ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ആർട്ടിക്കിൾ മാത്രമൊന്നുമല്ല, ഒത്തിരി ആർട്ടിക്കിൾസ് ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് പഠിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ചുകൂടെ ഇറ്റ് ഈസ് മോർ ഈസി ആൻഡ് സിമ്പിൾ ഫോർ യു. ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് വൈ ഡിഡ് ട്രംപ് ഇമ്പോസ് എ ടാരിഫ് ഇൻ ഇന്ത്യ? എന്തിനാണ് ഇന്ത്യ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2 തെറ്റുകളാണ് ഇന്ത്യ ട്രംപിന്റെ ഇതിൽ ചെയ്തത്. ഒന്ന്, റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്നു. നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. അതേപോലെ തന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യുന്നു. ടാങ്ക്, ഫൈറ്റർ ജെറ്റ്, സബ്മറൈൻ, മിസൈൽ, എയർ ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടും, സിൻസ് അമേരിക്ക ഇസ് നോട്ട് ഇൻ എഗ്രിമെന്റ് വിത്ത് റഷ്യ, ആൻഡ് ഇത് മാത്രമല്ല, ഇവിടെ നിന്നും ഈ ഓയിലും ഫൈറ്റർ ജെറ്റൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പൈസ റഷ്യക്ക് കൊടുക്കണ്ടേ? ഇതൊന്നും പുണ്യത്തിനല്ലല്ലോ റഷ്യ നമുക്ക് തരുന്നത്, ഇതിനെല്ലാം പൈസയുണ്ട്. റഷ്യ ഇസ് ചാർജിങ് ഇറ്റ്. സോ റഷ്യ ഇസ് ഗെറ്റിംഗ് എൻ എമൗണ്ട് ഫ്രം ദിസ്. ഈ ഓയിൽ വിറ്റും ഡിഫൻസ് സിസ്റ്റം വിറ്റിട്ടും നമ്മൾ റഷ്യക്ക് കൊടുക്കുന്ന ഈ പൈസ റഷ്യ ഇസ് യൂട്ടിലൈസിങ് ഫോർ ദ റഷ്യ-യുക്രൈൻ വാർ. ട്രംപ് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുക, പെട്ടെന്ന് യുക്രൈൻ വാർ നിർത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം റഷ്യ വാറിന് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഇന്ത്യയോട് ഒരു ദേഷ്യം ട്രംപിന്. അതുകൊണ്ടാണ് ഈ ടാരിഫ് ഒക്കെ കൂട്ടിവെക്കുന്നത്. പറയുന്നത് കണ്ടോ, ഇറ്റ് ക്യാൻ ഗോ അപ് ടു 35% എന്നാണ് പറയുന്നത്. പോസിബിളി ഈവൻ ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ 500% ടാക്സ് വരെ, ടാരിഫ് വരെ സർട്ടൺ പ്രൊഡക്ട്സിൽ കൊണ്ടുവരാം. 500% ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഒന്നും ആരും വാങ്ങിക്കില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഫാൻറ്റയും പെപ്സിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫാൻറ്റ അല്ല, ഇമ്പോർട്ട് ചെയ്ത് വന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും US നിന്നും UK നിന്നും വരുന്ന ക്യാൻ ഉണ്ട്. ആ ഫാൻറ്റയ്ക്ക് ഇന്ത്യൻ റുപ്പി 200-300 രൂപ വിലയുണ്ട്. നമ്മുടെ ഇവിടെ 20 രൂപയ്ക്ക് കിട്ടുന്ന ഫാൻറ്റ് അവിടെ 300 രൂപ എന്താ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അവര് ഈ ടാരിഫൊക്കെ അടിച്ചതിന് ശേഷമാണ് ഈ വില നമുക്ക് വരുന്നത്. 500 രൂപയുടെ ഫാൻറ്റ് നിങ്ങൾ കുടിക്കൂ, 20 രൂപയുടെ ഫാൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ 500 രൂപയുടെ ഫാൻറ്റ് കുടിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ആരും വാങ്ങില്ല. സോ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ 35 to 500% വരെ ടാരിഫ് റേറ്റ് കൂടാം എന്നാണ് ഇവിടെ പറയുന്നത്. So how does it affect India? So according to Bank of Baroda ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ India's GDP might drop to 0.2%. So approximately 6.6% എന്ന് പറയുന്ന GDP റേറ്റ് വേണമെങ്കിൽ 0.2% എന്ന് നമ്മൾ നിസ്സാരം പറയും. പക്ഷേ ഇന്ത്യ പോലത്തെ രാജ്യത്തിന്റെ GDP എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോ മച്ച് ഓഫ് മണി. 0.2% ഡ്രോപ്പ് ചെയ്യാൻ പറ്റും വെറും ടാരിഫ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ. they have the capacity to bring down the GDP of our country means അവരുടെ ഇമ്പാക്ട് ആലോചിച്ച് നോക്കും. ഗാർമെന്റ് സെക്ടർ, പ്രഷ്യസ് സ്റ്റോൺസ്, ഓട്ടോമൊബൈൽ, ലെതർ പ്രൊഡക്ട്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അമേരിക്കൻ മാർക്കറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന നമ്മുടെ മാർക്കറ്റ് താഴെ പോകാൻ മതി. ഞാൻ പറഞ്ഞില്ലേ, 0.2% സ്ലിപ്പ് ഇൻ ദ GDP ഇസ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 35 to 40% ഓഫ് ഓയിൽ റഷ്യയുടെ അടുത്ത് നിന്നാണ് വാങ്ങിക്കുന്നത്. മിലിറ്ററി എക്യുപ്മെന്റ് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതെല്ലാം റഷ്യൻ വാർ, യുക്രൈൻ്റെ വാറിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ടാണ് നമുക്കെതിരെ ഈ പ്രശ്നം ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഫ്രിക്ഷൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ, 1 ടെസ്ലയും 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 2 ഫ്രിക്ഷൻ പോയിന്റ് ഇവിടെ വന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഹാപ്പൻസ് ടു ബി ടെസ്ല കാറും ഹാർലി ഡേവിഡ്സൺ ബൈക്കുമാണ്. കാരണം ഇവരുടെ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്, ഇവരുടെ ഒരു രീതി വെച്ചിട്ട് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ US എൻ്റർ ചെയ്തത്, ഇത് ഇന്ത്യയിൽ എൻ്റർ ചെയ്യാന്ന് വിചാരിക്കാം. അമേരിക്കൻ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വരികയാണ്. അപ്പൊ ഇവിടെയും ഒരു ടാക്സ് കൊടുക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇവിടെ ഒരു ടാക്സ് കൊടുക്കണം. അമേരിക്ക പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന സമയത്ത് അമേരിക്കൻ പ്രൊഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇവിടേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഭയങ്കര ടാക്സ് ആണെന്നാണ് പറയുന്നത്. ടെസ്ലയൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് 100%-ന് മുകളിൽ ടാക്സ് അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇന്ത്യ ഈസ് ടാക്സിങ് ബിഗ് ടൈം. അമേരിക്കൻ കമ്പനികൾക്ക് ഭയങ്കര ടാക്സ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ടെസ്ല കാർ ഉദാഹരണത്തിന് ഇവിടെ വരികയാണ്. ടെസ്ല പരാതിപ്പെട്ടിട്ടുണ്ട് 100%. ഇപ്പൊ ഹാർലി ഡേവിഡ്സൺ, അതായത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു 50 ലക്ഷത്തിന്റെ കാറ്, അമേരിക്കയിൽ വിൽക്കുന്ന കാറ് ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണ്. ഇവിടെ വന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്താണ്. ഇവിടെ ടാക്സ് കൊടുക്കണ്ടേ? ഇവിടെ വഴി ടാക്സ് കൊടുത്തിട്ടാണല്ലോ ഇവിടേക്ക് എത്തുക. ഈ ടാക്സ് കൊടുക്കുന്ന പോയിന്റിൽ 100% എന്ന് പറയുമ്പോൾ 50 ലക്ഷത്തിന്റെ കാർ ഇവിടെ എത്തുമ്പോൾ, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ഒറിജിനൽ വിലയല്ല. 50 ലക്ഷത്തിന്റെ കാർ ഇവിടെ ടാക്സ് കഴിഞ്ഞ് വരുമ്പോൾ 1 കോടി രൂപയാണ്.
അല്ലെങ്കിൽ 2 കോടിയുടെ കാർ ഇന്ത്യയിൽ വിൽക്കുന്ന സമയത്ത് 4 കോടിയാണ്. ഡബിൾ ദ റേറ്റ് ആണ്. ഹാർലി ഡേവിഡ്സണും അങ്ങനെ തന്നെയാണ്. അപ്പൊ അമേരിക്ക പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യക്കാർ മാത്രം നല്ലതൊന്നുമല്ല, ഞങ്ങളുടെ പല പ്രൊഡക്റ്റുകളും, മെനി ഓഫ് ആർ പ്രൊഡക്ട്സ് വിച്ച് ആർ സെല്ലിംഗ് ഇൻ ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഇവിടെ സെല്ല് ചെയ്യുന്ന പോയിന്റിൽ ഡബിൾ ട്രിപ്പിൾ റേറ്റിലാണ് യു ആർ ആക്ച്വലി സെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ. സോ ഇത്തരത്തിൽ സെല്ല് ചെയ്യുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഇസ്, ഞങ്ങളുടെ അമേരിക്കൻ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ സെല്ലാവുന്നില്ല. സോ വൈ ഷുഡ് വി സപ്പോർട്ട് യു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, മെഡിക്കൽ ഡിവൈസസ്, ഇപ്പോൾ ഹാർട്ട്, ഇപ്പോൾ ഇന്റർവെൻഷൻ, ഒരു ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ സ്റ്റെന്റ് അറിയില്ല, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും. നീ ഇംപ്ലാന്റ്സ്, അവിടുത്തെ കമ്പനീസായ ആബോട്ട്, മെട്രോണിക്, ഇതെല്ലാം ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രൈസ് വരികയാണ്. അപ്പൊ അമേരിക്കൻ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത്. ഈവൻ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ലോക്കൽ ടെസ്റ്റിംഗ് അവർ പറയുന്നതാണ്. അമേരിക്കയുടെ ഡ്രഗ് ട്രയൽ, FDA ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്രൂവ് ചെയ്ത മെഡിസിൻസ് ആണ്. അവർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലും ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ ഒന്നേന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുള്ളൂ എന്ന് അവർ പറയുന്നത്. സോ ഫാർമ കമ്പനികൾക്ക് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്, വിച്ച് ഇസ് അഗെയിൻ ഡബ്ലിംഗ് ദി എക്സ്പെൻസ് ഓഫ് അമേരിക്കൻ കമ്പനി. സോ ഇന്ത്യയിൽ എന്തിനാ വിൽക്കുന്നത്? അപ്പൊ ഇന്ത്യയിൽ ഇത്രയും ചാർജ് അടിക്കുന്ന സംഭവം അപ്പൊ നമ്മളും അമേരിക്കക്കാരും ഇത്രയും ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ആൽക്കഹോൾ, വൈൻ, വിസ്കി ഒക്കെ നോക്കുകയാണെങ്കിൽ 150% ലെവൽ നമ്മൾ ജസ്റ്റ് 25% ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കും. വെറും 180% നമുക്ക് ഇതിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കില്ലല്ലോ. സി ദ കോയിൻ ടെസ്, ഈ ഒരു ബ്രാൻഡ് വാങ്ങണം എന്ന് വിചാരിക്കാം. സാധാരണ ഇതിന്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ഒരു 10,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. നാളെ ഇതിന്റെ വില 35,000 അല്ലെങ്കിൽ 40,000 രൂപ എന്ന് വിചാരിച്ചോളൂ. ഒരു എക്സാമ്പിൾ പറയാണ്, 40,000 ആക്കി ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നവരുണ്ടാവും, പക്ഷെ ഇറ്റ് വിൽ ആക്ച്വലി കട്ട് ദ ഡിമാൻഡ് കുറയ്ക്കും ഡെഫിനറ്റ്ലി. ഇത്രയും എക്സാമ്പിൾസ് ആണ് അവർ പറയുന്നത്. ഇത് മാത്രമല്ല, ആമസോൺ, ഗൂഗിൾ, മാസ്റ്റർ കാർഡ്, ഡേറ്റ ലോക്കലൈസേഷൻ റൂൾ ഇന്ത്യയിൽ ഭയങ്കരമാണ്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അമേരിക്കൻ കമ്പനിയുടെ റൂളിനെ മറികടന്നുകൊണ്ടാണ്. ഇവർക്ക് ഓൾറെഡി ഒരു നിയമമുണ്ട്. ഈ നിയമത്തിന്റെ മുകളിൽ ഇന്ത്യൻ നിയമം കൂടെ കൊണ്ടുവരും. ഇന്ത്യയിൽ നിങ്ങളുടെ നിയമങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ അതിൻ്റെതായ നിയമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനീസിന് പിന്നെയും ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഓപ്പറേഷൻസ് ഹാവ് ബിക്കം ഡിഫിക്കൾട്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം. എന്താണ് GSP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? പലപ്പോഴും പത്രങ്ങളിൽ വന്ന് കാണുന്ന ഒരു വാർത്തയും കൂടാണ്, എന്താണ് ഈ GSP എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ കൊണ്ടുവരാം. ഇന്ത്യ വാസ് ആക്ച്വലി ഇൻ ദ GSP. ഇന്ത്യ GSPയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഇന്ത്യനെ GSPയിൽ നിന്നും ട്രംപ് പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഈ GSP എന്ന് പറയുന്നത്? ഇന്ത്യ GSPയിൽ ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇന്ത്യനെ ട്രംപ് പുറത്താക്കി, GSPന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്? ഈ കഥ മനസ്സിലായെങ്കിൽ നമുക്ക് ഈ കഥയുടെ ബാക്കിയുള്ള പോയിന്റും കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ക്ലാസിന്റെ അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പൊ GSP എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. അതായത് ഇത് നമ്മൾ US മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാണെന്ന് വിചാരിക്കാം. ഇതാ നമ്മൾ US മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നാണ് പോകുന്നത്, അല്ല ഓരോ രാജ്യങ്ങളാണെന്ന് വിചാരിക്കാം. ഇതെല്ലാം പല പല രാജ്യങ്ങളാണ്. വി ആർ ഓൾ ഡിഫറെന്റ് കൺട്രീസ് ഓപ്പറേറ്റിംഗ് ഫ്രം ഡിഫറെന്റ് റീജിയൻസ്. അപ്പൊ ഇവിടെ പോകുന്ന നമ്മളൊരു ഗുഡ്സ് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത്, നമ്മളൊരു ഗുഡ് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇവിടെ ടാക്സ് അടിക്കുമല്ലോ, ടാരിഫ് ടാക്സ് അടിക്കും. ചില പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഡെവലപ്ഡ് രാജ്യങ്ങളാണ് GSP കൂടുതലും ഉപയോഗിക്കുന്നത്. ഡെവലപ്പിംഗ്, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, നൈജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ ഈജിപ്ത് എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പോൾ US പോലെ അത്ര വലിയ ഡെവലപ്ഡ് രാജ്യങ്ങളല്ല. ഇന്ത്യ ഇത് ഫാസ്റ്റസ്റ്റ് എക്കോണമിയാണ്, പക്ഷെ നമ്മുടെ ഡെവലപ്പിംഗ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ 0 ടാക്സ് അടിക്കുക, അവർക്ക് ഒരു തരത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. വലിയ എമൗണ്ടുകളും വലിയ ടാക്സുകളൊന്നും ഇവിടെ അടിക്കാണ്ട് ഇതുവഴി കടത്തി US മാർക്കറ്റിലേക്ക് വിറ്റ് കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളിലെ ഗുഡ്സ് അമേരിക്ക പോലെ വലിയ വിപണികളിലേക്ക് സെയിൽ നടത്താനുള്ള ഒരു അവസരം കൂടെയാണ് ഈ രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ദേ ആർ ക്രിയേറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ടു ഷോക്കേസ് ദെയർ പ്രൊഡക്ട്സ് ഇൻ ദെയർ കൺട്രി. ഇതൊരു നല്ല കാര്യമാണ്.
വലിയ മാർക്കറ്റ്. അപ്പൊ നിങ്ങൾക്കും കുറച്ച് കച്ചവടമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ കൂടുതൽ ടാക്സ് അടിക്കാത്തത്. സോ ദാറ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റും ഇവിടുത്തെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടിക്കോട്ടെ. സോ ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് മീൻസ് ദാറ്റ്. ഇതാണ് GSPയുടെ ഡെഫിനിഷൻ. മനസ്സിലാക്കി വെച്ചോളൂ. ഇറ്റ് ഈസ് ലൈക്ക് എ ട്രേഡ് പ്രോഗ്രാം where developed countries like the United States of America give tax benefits, lower or zero import duty. ചിലപ്പോൾ വളരെ ചെറിയ ഡ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സീറോ ആയിരിക്കും, ഫ്രീ ഒന്നുമില്ല. Coming from developing countries like India, it's like a special discount on custom duty to help poorer countries sell their products more easily in rich market. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിച്ച് മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ. ഇതാണ് ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്. ഇത് ടാരിഫ് വളരെ കുറവായിരിക്കും. അപ്പോൾ നല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ നോക്കിയെന്ന് വിചാരിച്ചോളൂ. നമ്മളിങ്ങനെ ഒരു സംഭവം ഇവിടെ നോക്കി. അതായത് ഇവിടെ US മാർക്കറ്റ്, ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. ഇതാണ് US മാർക്കറ്റ്, ഇപ്പുറത്താണ് US മാർക്കറ്റ് വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഇവിടെ പോവുകയാണ്. ഇവിടെ പോയപ്പോൾ കാര്യമായിട്ടുള്ള റേറ്റ് ഒന്നുമില്ല, വളരെ കുറച്ച് റേറ്റ്, ചിലപ്പോൾ സീറോ ആണെന്ന് തന്നെ വിചാരിക്കാം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റിന് അമേരിക്കയിൽ ഭയങ്കര സ്വീകാര്യതയായിരിക്കും, കാരണം വിലയൊന്നുമില്ല, അത്ര അഫോർഡബിൾ റേറ്റിലാണ് ഇത് വിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ GSPയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് കിട്ടുന്നത്. നല്ലതല്ല, അപ്പോൾ രാജ്യത്തിന് നല്ലതല്ല, ഒരുപാട് ട്രേഡ് നടക്കും. പക്ഷേ ഇവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ദേ ഡിഡ് ഇസ്, ഇത് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. US-ഉം യൂറോപ്യൻ യൂണിയൻ പോലത്തെ വലിയ മാർക്കറ്റിലേക്ക് GSP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ്. കണ്ടോ, ബിഫോർ 2019 മുന്നേ ഇന്ത്യയുടെ ബെനിഫിറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓവർ 3,500 ഇന്ത്യൻ പ്രൊഡക്ട്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, ജെംസ്, leather goods, engineering items, chemicals could be exported to US at lower or zero tariff. വളരെ ചെറിയ പൈസയ്ക്ക് നമ്മുടെ ടാക്സ് അടിക്കാണ്ട് നമുക്കിതാ ഇത് കടന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യായിരുന്നു. 3,500ഓളം പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. ഒത്തിരി നല്ലായിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്. പക്ഷേ 2019 ശേഷം the US said India wasn't giving enough access to American goods, especially in അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി തന്നിട്ട് നിങ്ങൾ ടെസ്ല കാറിനും ഹാർലി ഡേവിഡ്സനും മാസ്റ്റർ കാർഡിനും ആമസോണിനും ഗൂഗിളിനും ആബോട്ടിനും മെട്രോണിക്സിനും അമേരിക്കൻ കമ്പനികൾക്ക് നിങ്ങൾ ഈ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും തരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞങ്ങൾ മാത്രം നിങ്ങൾക്ക് കൺസിഡറേഷൻ തരുന്നത്? അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റിമൂവ്ഡ് ഇന്ത്യ ഫ്രം ഇന്ത്യയുടെ GSP സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞു. അപ്പോഴാണ് ഇന്ത്യയുടെ ട്രേഡ് ഒന്ന് ആദ്യമായിട്ട് എഫക്റ്റ് ആയത്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ടാരിഫ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ എക്കണോമിക് ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലായി, GSP എന്താണെന്ന് മനസ്സിലായി. 3,500 പ്രൊഡക്ട്സിന്റെ സാധനം നമുക്ക് കൺസിഡറേഷൻ ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. അങ്ങനെ വരുമ്പോൾ ടാരിഫ് സിസ്റ്റത്തിൽ there is another concept called as retaliatory tariffs. ആ വാക്കിൽ തന്നെയുണ്ട്. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ റിറ്റാലിയേറ്ററി ടാരിഫ്സ്? അതായത് റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് വെരി സിംപ്ലി പുട്ട്, ഇറ്റ്സ് കോൾഡ് റിവെഞ്ച്. പ്രതികാര ടാരിഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വിളിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് നത്തിങ് എറ്റ്, സോറി ഫോർ മൈ പെൻ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ക്ലിയർലി. റിവെഞ്ച് ടാരിഫ് എന്നാണ് പ്രതികാരം. അതായത് നമ്മളൊരു ട്രേഡ്, അതായത് ഇവിടെ ഒരു ട്രേഡ് നടക്കുന്നുണ്ട്, ഇവിടെ USA ഉണ്ട്, ഇവിടെ ഇന്ത്യ ഉണ്ടെന്ന് വിചാരിക്കാം. നല്ല രീതിയിൽ ട്രേഡ് നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ USA നമ്മുടെ GSP സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും സ്ട്രോങ് ആയിട്ട് ടാക്സ് ചെയ്യാൻ പോവാണ്. ഇനി അമേരിക്കയുടെ ആൽമണ്ടും ആപ്പിളും ഇവിടെ വിൽക്കണ്ട, ഞങ്ങളും റേറ്റ് അടിച്ചു തരാൻ പോവാം എന്ന് പറയുന്ന ഒരു പ്രതികാര ബുദ്ധിയാണ് റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് റിറ്റാലിയേഷൻ. It's a revenge taxes. So US increases tariffs on certain goods. സ്റ്റീലിന്റെ ടാരിഫ് കൂട്ടി US. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമേരിക്കൻ ആപ്പിളും ആൽമണ്ടും ഒന്നും ഇവിടെ കഴിക്കണ്ട, നമ്മൾ അതിനും ടാക്സ് ചെയ്യാൻ പോവാം. പ്രതികാരം. സോ ദാറ്റ് ഇസ് റിറ്റാലിയേഷൻ. അതാണ് റിറ്റാലിയേഷൻ ടാരിഫ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പത്രത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോപ്പിക്കുകൾ ചുമ്മാ 2-3 അമേരിക്കൻ ഇമ്പാക്ട് പഠിച്ചു പോകുന്നല്ലാതെ സിവിൽ സർവീസിന് ഈ ലെവലിൽ ഡീകോഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇതൊക്കെ മെയിൻസിനും പ്രിലിംസിനും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതേപോലെ സ്റ്റീലിന്റെ വില അമേരിക്കയിൽ ട്രംപ് ഒരിക്കൽ കൂട്ടിയിരുന്നു 2018 they had increased the prices. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണെന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഇന്ത്യ 2019 ശേഷം ഇന്ത്യ റിറ്റാലിയേറ്ററി ടാരിഫ്സ് വെച്ചിരിക്കുന്നുണ്ടോ? അമേരിക്കൻ ആൽമണ്ട്സ്, വാൾനട്ട്, ആപ്പിൾ, ലെന്റിൽ, ചിക്ക് പീസ്,
മോട്ടോർ സൈക്കിൾ പാർട്സ്, ഇതിനൊക്കെ വില റിട്ടാലിയേഷൻ അടിച്ചു കൊടുത്തു ഇന്ത്യ. നമ്മുടെ എന്തിനാണെന്ന് കൊണ്ടുവന്നത് ഓർത്തു വെക്കണം. നമ്മളെ GSP നിന്നും നമ്മുടെ GSP സ്റ്റാറ്റസ് പോയത് കൊണ്ട് മാത്രമാണ് വി ഡിഡ് ദിസ് തിങ്. ഇനി ഇതേ കാര്യത്തിൽ ഇങ്ങനെ അമേരിക്ക ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ടു ദ WTO. ദാറ്റ് ഈസ് വൈ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കംസ് ഇൻ ടു പ്ലേസ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ടാരിഫ്സ് കൂട്ടുകയാണെങ്കിൽ what you can do is you can go to WTO, you can raise a complaint. അമേരിക്ക ഇങ്ങനെ ഒരു ടാരിഫ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട് വിച്ച് ഇസ് ആക്ച്വലി ഡിസ്റ്റോർട്ടിങ് ദ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു അപ്പീൽ WTO കൊടുക്കാം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇനി അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ കയ്യിൽ വേറൊരു സാധനം ഇരിപ്പുണ്ട്, കണ്ടോ. ഹി ഹാസ് സംതിങ് കോൾഡ് ആസ് റെസിപ്രോക്കൽ ടാരിഫ്സ്. ഇതെന്താ? അപ്പൊ ഈ റിറ്റാലിറ്ററി ടാരിഫും റെസിപ്രോക്കൽ ടാരിഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെയാണ് ആ ചെറിയ വ്യത്യാസം മനസ്സിലാവുന്നത്. ഇതൊരു തരത്തിൽ റിവെഞ്ച് തന്നെയാണ്, റിവെഞ്ച് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഇവിടെയുണ്ട്. ഇപ്പോ USA ഇന്ത്യക്കെതിരെ 25% ടാക്സ് ഇട്ടു എന്ന് വിചാരിച്ചോ, ടാരിഫ് ഇട്ടു. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇന്ത്യ US പ്രൊഡക്ട്സിന്, അവർ ഇന്ത്യൻ പ്രൊഡക്ട്സിന് 25% ടാക്സ് വെച്ചു. നമ്മളും അത് തന്നെ ചെയ്യും. ഞങ്ങൾ 25% വെച്ചില്ല, ടേക്ക് ഇറ്റ്. അപ്പൊ അമേരിക്ക 30% ആക്കി, നമ്മൾ 30% ആക്കി. റിവെഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, റിറ്റാലിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിറ്റാലിയേഷൻ ഉണ്ട്. പക്ഷേ ദ സെയിം എമൗണ്ട് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ദ റെസിപ്രോക്കേറ്റിംഗ് ദ സെയിം തിങ്. ദാറ്റ് ഈസ് വൈ ദ വേർഡ് കോൾഡ് റെസിപ്രോക്കൽ ടാരിഫ് മീൻ നമ്മൾ അതേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം. അതാണ് ഇതിന്റെ വ്യത്യാസം. സോ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കുക. സെയിം ടാരിഫ് യു ചാർജ്. ഇഫ് എ കൺട്രി പുട്സ് 30% ടാരിഫ് ഓൺ ഇന്ത്യൻ ടീ, then India puts 30% ടാരിഫ് ഓൺ ദാറ്റ് കൺട്രീസ് പ്രൊഡക്ട്സ്. 30 ഇട്ടാൽ ഞങ്ങൾ 30 ഇടും. അത് എന്തിനു വേണോ ഇടും. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താന്ന് വെച്ചാൽ 2018 US റേസ്ഡ് സ്റ്റീൽ ടാരിഫ്സ് ഓൺ ഇന്ത്യ. 25% ഇന്ത്യയുടെ സ്റ്റീൽ ടാരിഫ് അമേരിക്ക കൂട്ടി. അപ്പൊ തന്നെ ഇന്ത്യയിലെ ആൽമണ്ട്സിന്റെയും ആപ്പിൾസിന്റെയും വില കൂട്ടി, അവിടെയും ടാരിഫ് കൂട്ടി. പക്ഷേ 25% ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വില കൂട്ടിയതേ ഉള്ളൂ, ടാരിഫ് കൂട്ടിയതേ ഉള്ളൂ. അവര് 25% കൂട്ടിയപ്പോൾ നമ്മളും കൂട്ടി. പക്ഷെ അത് മാച്ച് ചെയ്തില്ല. അതുകൊണ്ട് ഇതൊരു റിറ്റാലിറ്ററി ടാരിഫാണ്. നമ്മളും ആപ്പിളിന്റെയും ഇവിടെയും ഇതിനും 25% എന്ന് കറക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ആ വാല്യൂ മാച്ച് ചെയ്യുമായിരുന്നു. 25 is equal to 25 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ റെസിപ്രോക്കൽ ടാരിഫ്. പക്ഷെ അവിടെ കൂട്ടിയപ്പോൾ നമ്മളും കൂട്ടി. ദാറ്റ് ഇസ് ജസ്റ്റ് എ റിറ്റാലിയേഷൻ. സെയിം എമൗണ്ട് മാച്ച് ചെയ്തല്ല ചെയ്തത്. ഇതാണ് റെസിപ്രോക്കൽ ടാരിഫിന്റെ വ്യത്യാസം. സോ നാളെ നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എക്കണോമിക്സിന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. യു ഷുഡ് നോ വാട്ട് യു മീൻ ബൈ റെസിപ്രോക്കൽ ടാരിഫ് ആൻഡ് അതേപോലെ തന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിറ്റാലിറ്ററി ടാരിഫ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു ടോപ്പിക്കിനകത്തുനിന്ന് ഇതിന്റെ എക്കണോമിക് ഇമ്പാക്ട്, ഇതിന്റെ എക്കണോമിക്സ്, ഇതിന്റെ ടാരിഫിന്റെ മറ്റ് പ്രധാനപ്പെട്ട ആംഗിളുകൾ, GSP ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത പത്രമൊക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കാം. ഇതിൽ തന്നെ നിങ്ങൾ ഏതാണ്ട് ഒരു 5-6 ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. ഇനി പത്രത്തിൽ വന്നൊരു വാർത്ത ഇതാണ്. സുപ്രീം കോർട്ട് പുൾസ് അപ്പ് തെലങ്കാന സ്പീക്കർ ഫോർ സിറ്റിംഗ് ഓൺ ആന്റി ഡിഫെക്ഷൻ പെറ്റീഷൻ. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ എന്താണെന്നറിയോ, സിവിൽ സർവീസ് എക്സാമിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് പലപ്പോഴും പഠിക്കുന്ന ആസ്പിരൻസിനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു കറണ്ട് അഫയർ ന്യൂസ് ആണ്. നാളെ പരീക്ഷയിൽ പൊളിറ്റിയിൽ ഡിഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രിലിംസിന് ചോദിക്കുകയാണ്. ഇമാജിൻ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ ആസ്ക്ഡ് ഫോർ ദ മെയിൻസ് എക്സാമിനേഷൻ. നമ്മളത് ഇമ്മീഡിയറ്റ്ലി പറയും ഇത് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡ്, ഈ ചോദ്യത്തിലേക്കുള്ള ഡിറക്ഷൻ, ദ ക്യൂ, ദി ഇൻസ്പിറേഷൻ വാസ് ഓൺ ദ ന്യൂസ് പേപ്പർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പത്രം വായിക്കുമ്പോൾ ഇത്തരം ടോപ്പിക്കുകൾ വരുമ്പോൾ ഇതിനെ മെയിൻസ് ലെവലിലും ഒരു പ്രിലിംസ് ലെവലിലേക്കൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ലെവലിലും യു ഷുഡ് ഹാവ് യുവർ ഐഡിയ വെരി ക്ലിയർലി. ഓക്കെ, സോ ഫെയർ എനഫ്. സോ നമുക്ക് നോക്കാം. ഇങ്ങനൊരു ടോപ്പിക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ UPSC പെർസ്പെക്റ്റീവിൽ ബ്രേക്ക് ഇറ്റ്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് അതാണ് നമ്മുടെ സെഷന്റെ പേരും. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ആൻഡ് നമുക്കിതിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് മാത്രമല്ല, വേറെ വാർത്തകൾ വന്നിട്ടുണ്ട്. സുപ്രീം കോർട്ട് സ്പീക്കർ ഡസ് നോട്ട് എൻജോയ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പാർലമെന്റ് മസ്റ്റ് റിവ്യൂ പവേഴ്സ് ഓഫ് സ്പീക്കർ under anti-defection law, says the Supreme Court. So what exactly is this meant by this? So ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത്
സോ വാട്ട് യു മീൻ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി? ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഡിഫെക്ഷൻ. ഇപ്പോൾ ഓൾറെഡി ഒരാൾ എ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ മെമ്പറാണ്, ബി എന്ന് പറയുന്ന മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ. അങ്ങനെ തോന്നിയ പോലെ വേറൊരു പാർട്ടി മാറാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ഞാനൊരു പാർട്ടിയിലാണ്, ഇന്ന് വൈകുന്നേരം ഞാൻ വേറൊരു പാർട്ടിയിലാവും, നാളെ രാവിലെ ഞാൻ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലാവും. അങ്ങനെയൊന്നും പൊളിറ്റിക്കൽ പാർട്ടി മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിഫെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ പൊളിറ്റിയിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്, എന്താണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ വാർത്ത വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഫെക്ഷൻ ഇങ്ങനെ പാർട്ടി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെന്റിൽ നമ്മൾ സ്പീക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. സ്പീക്കർ പ്ലേസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ. സ്പീക്കർ ആക്ട്സ് ലൈക്ക് എ ട്രിബ്യൂണൽ. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു സംഭവം ഓർത്തു വെക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒരു ഡിഫെക്ഷൻ നടന്നിട്ടുണ്ട്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവരെല്ലാം ഡിഫെക്ഷൻ നടത്തി വേറെ പാർട്ടി മാറിയെന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ ഇവിടെ ഡിഫെക്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. ഈ ഡിഫെക്ഷൻ നടന്നാൽ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ബോഡി എന്ന് പറയുന്നത് അവിടുത്തെ സ്പീക്കറാണ്. സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് ഇത് എടുത്തോ ഇല്ലെന്നുള്ളത്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പീക്കറും ഇന്ത്യയിലെ സ്പീക്കറും ഒരു പാർട്ടിയുടെ മെമ്പർ ആണല്ലോ, സ്പീക്കറും ഒരു പാർട്ടിയുടെ അംഗമാണല്ലോ, ഒരു പാർട്ടി തോട്ട് പ്രോസസ് ഉള്ള ഒരാളാണല്ലോ. ഈ മാറിയ ആള് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കാണ് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാതിരിക്കാം. ഈ സ്പീക്കറിന്റെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഈ തീരുമാനം എടുക്കുന്നത് സ്ലോ ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ മെയിനായിട്ട് ഞാൻ ടോപ്പിക് പഠിപ്പിക്കുന്നത്. ശരിക്കും തീരുമാനം എടുക്കേണ്ടതല്ലേ? ഇപ്പൊ ഞാൻ എക്സ് പാർട്ടിയുടെ ആളാണ്, ഇവിടെ നിന്നുള്ള എല്ലാ ആൾക്കാരും വൈ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് എക്സിലേക്കാണ് ഡിഫെക്ട് ചെയ്തത്. ഞാൻ സ്പീക്കറാണ്, പക്ഷെ എക്സിന്റെ പാർട്ടിയാണ്, ഇവർ എന്റെ പാർട്ടിയിലേക്കാണ് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. സ്പീക്കർ പലപ്പോഴും പാർഷ്യൽ ആണ്, അല്ലെങ്കിൽ ഒരു ഇംപാർഷ്യാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഹി ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഇൻ ദാറ്റ് ഇംപാർഷ്യാലിറ്റി. അങ്ങനെ വരുമ്പോൾ തീരുമാനം എടുക്കുന്നത് സ്ലോ ആയി പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം പരാജയപ്പെടുകയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവിടെ സുപ്രീം കോടതികൾ ഇവിടെയുണ്ട്. കോടതി ഈ മന്ദഗതി, ഈ സ്ലോനെസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിക്ക് ഇതിൽ ഇടപെടാമോ? ക്യാൻ ദ കോർട്ട് ഇന്റർഫിയർ ഇൻ ദിസ്? യെസ്, കോടതിക്ക് ഇടപെടാം. അതിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വിളിക്കുന്നത്. കോടതിക്ക് വേണമെങ്കിൽ ഇത് ചോദ്യം ചെയ്യാം. ഇവിടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ കോടതി ചോദ്യം ചെയ്ത 2-3 കേസുകളാണ്. അപ്പൊ ചെറിയൊരു വാർത്തയാണെങ്കിലും ഇത് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കഷൻ ആണ് നമ്മളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഏതോ പാർട്ടിയിൽ MLA മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുപ്രീം കോർട്ട് പുൾസ് അപ്പ് തെലങ്കാന സ്പീക്കർ ഫോർ സിറ്റിംഗ് ഓൺ ആന്റി ഡിഫെക്ഷൻ പെറ്റീഷൻസ്. ഇത് മിണ്ടാതിരുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ടതാ ഞാൻ ഈ വരച്ച പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ജുഡീഷ്യൽ റിവ്യൂ പണ്ട് അവൈലബിൾ ആയിരുന്നില്ല. ഡിഫെക്ഷന്റെ കാര്യം സ്പീക്കർ തീരുമാനിക്കുന്ന ഒരു പോയിന്റിൽ കോടതിക്ക് ഇടപെടാൻ പറ്റിയിരുന്നില്ല. പക്ഷെ പിന്നീട് ദ കോർട്ട് ഹാഡ് ദ പവർ ടു യൂസ് ജുഡീഷ്യൽ റിവ്യൂ. ചോദ്യം ചെയ്യാമല്ലോ, സ്പീക്കർ താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഡിഫെക്ഷൻ നടന്നു എന്ന് പറയുന്ന കാര്യത്തിനെതിരെ തീരുമാനം എടുക്കാത്തത് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഡിഫെക്ഷൻ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ പാർട്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിൽ വളരെ നിങ്ങളും കൂടുതൽ ഡിഫെക്ഷനെ കുറിച്ച് വായിക്കണം. ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു പോവാം. വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ആയാറാം ഗയാറാം. അതായത് ഹരിയാന MLA ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ പാർട്ടി സ്വിച്ച് ചെയ്തു. ഇവിടെ നിന്ന് അവിടെ പോയി, അവിടെ നിന്ന് പിന്നെ വേറെ അടുത്ത് പോയി. അതുകൊണ്ടാണ് ആയാറാം ഗയാറാം എന്ന് പറയുന്നത്. വന്നു പോയി, ഒരു ദിവസം മൾട്ടിപ്പിൾ പാർട്ടി മാറി. അങ്ങനെയൊക്കെയാണ് ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ പോപ്പുലർ ആയിട്ട് കാണുന്നത്. ഇവിടുത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ 10 MLA അവിടുത്തെ പാർട്ടി എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 10th ഷെഡ്യൂളാണ് ആന്റി ഡിഫെക്ഷൻ ലോ. സിവിൽ സർവീസിന്റെ എത്രയോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ആണ്. 10th ഷെഡ്യൂൾ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ദ ഡിഫെക്ഷൻ ലോ. ഇതാണ് ഇവിടുത്തെ പ്രധാന ന്യൂസ് ഇവിടെ നടക്കുന്നത്. സ്പീക്കറിനെതിരെ സുപ്രീം കോടതി കേസെടുത്തതല്ല, സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. യു കൻ ടേക്ക് ഇറ്റ് ക്രിട്ടിസൈസ് ദ സ്പീക്കർ for the long delay and issue a 3-month deadline to decide the disqualification of the 10 MLA. 10 MLA മാറിയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് 3 മാസം സമയം തരാം. ഈ 3 മാസം സമയം കൊടുക്കാൻ സുപ്രീം കോടതി ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. Who is the Supreme Court to give a deadline and ultimatum to the speaker?
ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ജുഡീഷ്യൽ റിവ്യൂ. ഞങ്ങൾ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആക്ട് ചെയ്തില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം. സോ ഗവായി, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് CJS B.A. Gawai said, such petitions often die a natural death due to the speakers not acting. അവർ നീട്ടി കൊണ്ടുപോകും. അത് പറ്റില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഓർത്തു വയ്ക്കുക. The speaker only issued notice after the petitions approached, and the Supreme Court reminded the Parliament had given the speaker this role to action quick. ഇത് പ്രൊസീഡിങ്സ് നിർത്താൻ വേണ്ടിയല്ല, ക്വിക്ക് ആക്ഷന് വേണ്ടിയാണ് സ്പീക്കറിന് തന്നെ പവർ കൊടുത്തിരിക്കുന്നത്. രാജേഷ് പൈലറ്റിന്റെ വാക്കെടുത്തിരിക്കുന്നതാണ്. Why speakers were made the tribunal to avoid delays in courts and ensure swift justice. കോടതി കൊണ്ടുപോയി വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്പീക്കർക്ക് തന്നെ പവർ കൊടുത്തത്. എന്നിട്ട് സ്പീക്കർ തന്നെ ഡിഫക്ഷന്റെ സാധനം തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന സംഭവം. ഇനി the speaker, while deciding the 10th schedule, act as a tribunal and is not immune from judicial review. He was immune from judicial review പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കോടതി പറഞ്ഞോണ്ടല്ലേ 3 മാസത്തെ സമയം തരാം, വേഗം തീരുമാനം പ്രഖ്യാപിച്ചോന്നല്ലേ. ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജുഡീഷ്യൽ റിവ്യൂ. ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതിന് വേണമെങ്കിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. Can step in if the speaker delays or misuses power. സ്പീക്കർ തീരുമാനിച്ചില്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഇടപെടാം എന്നുള്ളൊരു പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ബുക്കിനകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതേ ഉള്ളൂ. 52ാമത്തെ അമെൻമെന്റ് വഴി 1985 ഡിഫെക്ഷൻ എന്ന് പറഞ്ഞ ആന്റി ഡിഫെക്ഷൻ സംഭവം കൊണ്ടുവന്നു. നമ്മൾ വോളണ്ടറിലി പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. റിസൈൻ ചെയ്യല്ല, പാർട്ടിയിൽ നിന്നും റിസൈൻ ചെയ്യല്ല. ഐ എം ചേഞ്ചിങ് മൈ പാർട്ടി, വിച്ച് ക്യാൻ ബി ഇൻഫേർഡ് ആസ് കണ്ടക്ട്. അതായത് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ച് ഞാൻ അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു. നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ചെയ്യണം. നമ്മുടെ പാർട്ടി വിപ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനം വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർട്ടി പറഞ്ഞ രീതിയിൽ കേൾക്കാത്ത രീതിയിൽ മറ്റു പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ വിപ്പിനെതിരെ പോയാലും അതും ഡിഫെക്ഷൻ ആണ്. പിന്നെ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ജയിച്ചിട്ട് ഞാൻ ചേർന്നതിന് ശേഷം ഞാൻ അപ്പം തന്നെ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ അത് ഡിഫെക്ഷൻ ആണ്. നോമിനേറ്റഡ് അംഗം, നിങ്ങളൊരു നോമിനേറ്റഡ് മെമ്പർ ആണ്, 6 മാസത്തിന് ശേഷം പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങളൊരു പാർട്ടി ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും പറ്റില്ല. നോമിനേറ്റഡ് മെമ്പറിനും പറ്റില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും പറ്റില്ല. പിന്നെ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാർട്ടി വിപ്പ് പറയുന്നത് കേൾക്കാതിരുന്നാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ ഒരു എക്സെപ്ഷൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാർട്ടി ലയനം, നമ്മുടെ പാർട്ടിയെ വേറെ ബി എന്ന് പറയുന്ന പാർട്ടിയും തമ്മിൽ എല്ലാവരും കൂടെ യോജിച്ച് ഒരു ഒറ്റ പാർട്ടിയായി മാറുമ്പോൾ if 2/3 of its legislators agree, no disqualification or merger വന്നാൽ 2/3 of the legislators agree, പിന്നെ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം പാർട്ടി മാറിയാൽ അത് ഡിഫെക്ഷൻ ആണ്, അത് തെറ്റാണ്. സ്പീക്കർ തീരുമാനം എടുക്കണം. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരായിരിക്കും. ബുക്കിലില്ലാത്ത കുറച്ച് കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് സ്പീക്കർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിൽ സ്പീക്കർ, ചെയർമാൻ ഇൻ രാജ്യസഭ, ഇവരാണ് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ് 10th ഷെഡ്യൂളിൽ പറയുന്നത്. 10ാമത്തെ ഷെഡ്യൂളാണ് ഡിഫെക്ഷനെ കുറിച്ച് പറയുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടെന്ന് പറയുന്നത് 1992 കിഹോത്തോ ഹൊള്ളോഹൻ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ കിഹോത്തോ ഹൊള്ളോഹൻ കേസിലാണ് സുപ്രീം കോടതിക്ക് ഇടപെടാം, കോടതികൾക്ക് ഇടപെട്ട് സ്പീക്കറിന് 3 മാസം അൾട്ടിമേറ്റം കൊടുക്കുന്നത് എങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ജുഡീഷ്യൽ റിവ്യൂ. 1992 ഈ റൈറ്റ് കൊടുത്തു. സ്പീക്കറിന്റെ ഡിസിഷൻ ക്യാൻ ബി റിവ്യൂഡ് ബൈ ദ കോർട്സ് വൺസ് മെയ്ഡ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോ സ്പീക്കർ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോഴത്തെ കേസിൽ ഒന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നു. അങ്ങനെ വരുമ്പോൾ കോടതിക്ക് ഇടപെടാം. സ്പീക്കർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, കുറച്ചൊരു പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് ദ സ്പീക്കർ ഹാസ് സ്റ്റാർട്ടഡ് ദ പ്രൊസീജിയേഴ്സ്, ആ സമയത്ത് കോടതിക്ക് ഇടാൻ പറ്റില്ല. വെരി ഇമ്പോർട്ടൻ്റ്, ഇത് ഓർത്ത് വെക്കണം. ഒരു പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. The court cannot come in that. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മാത്രം ഇടപെടാം. Once the procedures, the courts cannot interfere during the process. ഡിസിഷൻ വന്നതിന് ശേഷം വേണമെങ്കിൽ കോടതിക്ക് ഇടപെടാം, അതിന്റെ പ്രോസസ്സിനകത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ വേറൊരു ചോദ്യം. ഡിഫെക്ഷന് പരാതി വന്നു. സ്പീക്കറിന് ഇത്ര ദിവസത്തിനുള്ളിൽ സ്പീക്കർ ഒരു മറുപടി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ സ്പീക്കർ ഈ ഡിഫെക്ഷന്റെ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ടൈം ലിമിറ്റ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചോ. ദർ ഇസ് നോ ഫിക്സഡ് ടൈം ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
The 10th schedule does not mention any specific time frame within which the speaker must decide on disqualification. സ്പീക്കർ തീരുമാനിക്കും, പക്ഷെ ഇന്ന ദിവസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണ് ലൂപ്പ് ഹോൾ. ദിസ് ലൂപ്പ് ഹോൾ ഇസ് ബീൻ വൈഡ്ലി ക്രിട്ടിസൈസ്ഡ്. ഇത് വെച്ചിട്ടാണ് സ്പീക്കർമാർ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണെന്നാണ് കോടതി പറയുന്നത്, സുപ്രീം കോടതിയും പറയുന്നത്. സോ അങ്ങനെ ഫിക്സ്ഡ് ടൈം ലിമിറ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെച്ചോളൂ. ഇനി ഡിഫെക്ഷൻ പ്രൂവ് ചെയ്തു, എന്ത് ശിക്ഷയാണ് നിങ്ങളെ ഇരിക്കുന്നത്? നിങ്ങളെ ജയിലിലേക്ക് അയക്കുമോ? പ്രത്യേകം ഓർത്ത് വെക്കുക, ഡിഫെക്ഷന്റെ സംഭവം വന്നു കഴിഞ്ഞാൽ പ്ലീസ് റിമെമ്പർ, ഡിഫെക്ഷന്റെ സത്യം വന്നു കഴിഞ്ഞാൽ ദ ഡയറക്ട് പണിഷ്മെന്റ് is disqualification as a member of legislature, Lok Sabha, Rajya Sabha, State Assembly or Council. നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ദ സ്പീക്കർ ഓർ ദ ചെയർമാൻ ഫോർമലി റിമൂവ്സ്, നിങ്ങൾ MLA ആയിട്ടോ MP ആയിട്ടോ നിങ്ങൾ റിമൂവ് ചെയ്യും. ആ സീറ്റ് വേക്കന്റ് ആവും, ബൈ ഇലക്ഷൻ നടത്തും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ പിടിച്ച് അടുത്ത ചോദ്യം, നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അടുത്ത ഇലക്ഷൻ വെക്കും. ദ സീറ്റ് ഇസ് റെൻഡേർഡ് വേക്കന്റ്. സോ ദ കീ ക്വസ്റ്റ്യൻ ഇസ് നോ ഫൈൻ ഓർ ജയിൽ ടേം. പിടിച്ച് ജയിലിടുവോ? Anti-defection is not a criminal offense. There is no imprisonment, there is no monetary fine, there is no jail sentence under the 10th schedule. You will only be disqualified and your seat will be rendered vacant. That's it. അപ്പോൾ അടുത്ത ചോദ്യം, എനിക്ക് അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുമോ? യെസ്, അൺലെസ് യു ആർ ബാർഡ് അതർവൈസ്. ഇനി നിങ്ങൾ ഇലക്ഷൻസിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു വാർത്ത അല്ല റൂൾ അവിടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ യു ക്യാൻ വർക്ക് ഓൺ ദറ്റ്. അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ലെജിസ്ലേറ്റർ ക്യാൻ റീകണ്ടസ്റ്റ് ഇലക്ഷൻസ്. ഇതല്ലേ ഇഷ്ടം പോലെ ഡിഫക്ടേഴ്സ് പിന്നെയും ഇന്ത്യയിൽ ഭരിക്കാൻ വരുന്നുണ്ടല്ലോ ആൾക്കാർ. സോ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇതെന്ന് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഈ ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പോളിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാതെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന വാർത്തയിൽ ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ you can actually use it for your prelims examination as well as the mains examination. So we have discussed a lot of topics today, right from polity and some from economy. I think that is clear. So നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കൂടുതൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആ ടോപ്പിക്കുകളൊക്കെ എടുത്തു പോവാം. So definitely subscribe to our channel IAS Factor and share it with your UPSC preparing friends. നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമി IAS Factor ട്രിവാൻഡ്രത്താണുള്ളത്, ഉള്ളൂരാണുള്ളത്. IAS Factor നമ്മുടെ ബാച്ചുകൾ 26ലേക്കുള്ള ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഓൺലൈൻ ബാച്ചിനൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ നേരിട്ട് വരാവുന്നതാണ്. യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ ഓൾസോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ബാച്ച് ആണെന്നേ ഉള്ളൂ. ഐ ആം ആസ് ഓൾഡ് ആസ് ഓൾമോസ്റ്റ് 15 years in UPSC. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും യു ക്യാൻ കം ആൻഡ് ടോക്ക് ടു മീ. സോ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അടുത്ത സെഷനിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ ഞാൻ ഇതേപോലെ തന്നെ ക്ലാസ്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.